വർഷങ്ങളുടെ പാരമ്പര്യമായി തലമുറകളായി ഭരണം കൈമാറി വന്ന കോൺഗ്രസ് പാർട്ടിയും നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ ചില സാമ്യതകളുണ്ട്. അത് മറ്റൊന്നിനുമല്ല, പ്രധാനമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് തന്നെ. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും നരേന്ദ്രമോദിയുടെയും ഭരണത്തിൽ തന്നെയാണ്. 3 തവണയും ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനുള്ള അവസരം ലഭിച്ചവരാണ് നെഹ്റുവും മോദിയും. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ മികച്ചത് ആരാണെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാവുന്നുണ്ട്. ഇരുവരുടെയും പ്രായം, ഭരണ മികവ്, ഓരോ വർഷത്തെയും വോട്ടിംഗ് ശതമാനവും കണക്കാക്കിയാണ് ഈ സാമ്യതകളും വ്യത്യാസങ്ങളും വിലയിരുത്തുക. ആരാണ് തുടർഭരണത്തിൽ മികവ് തെളിയിച്ചത്? അങ്ങനെ നരേന്ദ്രമോദിയും ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഭരണ തുടർച്ച നേടിയിരിക്കുന്നു. രണ്ടുപേരുടെയും 3-ാം ഊഴം താരതമ്യം ചെയ്യുമ്പോൾ ആദ്യം വിലയിരുത്തുന്നത് ഇരുവരുടെയും പ്രായമാണ്. 1962 3-ാം പൊതു തിരഞ്ഞെടുപ്പിൽ നെഹ്റുവിന്റെ പ്രായം 72 വയസ്സ്. 2024 18-ാം പൊതു തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് വയസ്സ് 73. ഹാട്രിക് തേടിയിറങ്ങിയ തിരഞ്ഞെടുപ്പുകളിൽ ഈ രണ്ടുപേരുടെയും പ്രായം ചർച്ചാ വിഷയമായി മാറിയിരുന്നു എന്നതാണ് കൗതുകം. 75 വയസ്സിലെ റിട്ടയർമെന്റ് എന്ന മോദി തന്നെ കൊണ്ടുവന്ന BJPയുടെ നിയമം ഉയർത്തി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിവെച്ച ചർച്ചയും വിവാദമായിരുന്നു. എന്നാൽ പ്രായം കാരണമുള്ള നെഹ്റുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ ചർച്ച. അന്നത്തെ നെഹ്റുവിന്റെ എതിരാളി റാം മനോഹർ ലോഹിത് തന്നെ ഈ പ്രശ്നം ഉയർത്തി. എന്നാൽ മോദിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി എന്തായാലും ആർക്കും ഇതുവരെ സംശയങ്ങളൊന്നുമില്ല. പഴയ കാലഘട്ടമാണ് ഇതെന്നും ഓർക്കേണ്ടത് തന്നെയാണ്. 1960കളിൽ 40 വയസ്സാണ് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർദൈർഘ്യം. ഇന്നത് 70-ന് അടുത്തെത്തി. മോദിയെപ്പോലെ ഹാട്രിക് ഉറപ്പിച്ചാണ് നെഹ്റുവും പ്രചാരണത്തിനിറങ്ങിയത്. കാര്യമായ പ്രതിപക്ഷ സ്വരമില്ലാത്തതും അവരുടെ ആത്മവിശ്വാസം കൂട്ടി. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രഭയിലല്ല, 10 വർഷം ഭരിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് വോട്ടർമാരെ നേരിട്ടത്. ദുർബലമായ പ്രതിപക്ഷം മോദിയുടെയും ആത്മവിശ്വാസമായിരുന്നു. പാർട്ടി ഒറ്റയ്ക്ക് 370, മുന്നണി 400-ലധികം എന്നുപോലുള്ള മുദ്രാവാക്യങ്ങളൊന്നും നെഹ്റു അന്ന് ഉയർത്തിയിരുന്നില്ല. ഭരണ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു നെഹ്റുവിന്റെ പ്രചാരണം ഏറെ. 1962 ഫെബ്രുവരി 25-ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നടന്ന പ്രസംഗത്തിൽ വർഗീയതയുടെ അപകടങ്ങളെപ്പറ്റിയും വിവിധ മത സാംസ്കാരിക വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതോടൊപ്പം രാജ്യരക്ഷ, രാജ്യത്തിന്റെ ഭാവി എന്നതിനെപ്പറ്റി സംശയിക്കുന്നതായിരുന്നു നെഹ്റുവിന്റെ പ്രചാരണ പ്രസംഗം. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന് സ്വപ്നം നൽകി കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുമായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രചാരണം. എന്നാൽ ആദ്യ വോട്ടിംഗ് കഴിഞ്ഞതോടെ സംവരണം, സമ്പത്ത് വിതരണം, വിദ്വേഷ പ്രസംഗം തുടങ്ങിയവയിലേക്കായി മോദിയുടെ പ്രസംഗം. ഇനി സ്വന്തം മണ്ഡലത്തിലെ ഈ 2 പ്രതിനിധികളുടെയും 3-ാം ഊഴത്തിന്റെ പ്രകടനം പരിശോധിച്ചാൽ 3-ാം ഊഴത്തിൽ സ്വന്തം മണ്ഡലമായ ഭൂൽപൂരിൽ നെഹ്റുവിന് ആകെ പോൾ ചെയ്തതിന്റെ 61.6% വോട്ട് നേടി. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ വോട്ട് വിഹിതം 54.2%. ഇരുവരുടെയും വോട്ട് വിഹിതം പരിശോധിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഓരോ തവണയും വോട്ട് വിഹിതം വർദ്ധിച്ചതായി കാണാൻ കഴിയും. എന്നാൽ മോദിയാകട്ടെ 3-ാം തവണ എത്തിയപ്പോൾ ഭൂരിപക്ഷം ഇടിഞ്ഞതായി കാണാൻ കഴിയും. ജവഹർലാൽ നെഹ്റു ജയിച്ച 3 തവണയും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ 3-ാം മോദി സർക്കാരിന് സഖ്യകക്ഷികളെ കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നതാണ് ഇതിലെ വ്യത്യാസം. സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടി എന്ന ഖ്യാതിയിൽ തുടർവിജയങ്ങൾ നേടുമ്പോൾ പ്രതിപക്ഷം പേരിന് പോലും വിരൽ ചൂണ്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ BJP നേടുന്ന ഈ തുടർവിജയങ്ങൾക്കും ഇവിടെ പ്രസക്തിയുണ്ട്.